മൈൻക്രാഫ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വേൾഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഒരു മൈൻക്രാഫ്റ്റ് സീരീസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടി ലോഞ്ചർ ഓപ്പൺ ചെയ്യണം. ഞാൻ ടി ലോഞ്ചറിലാട്ടോ കളിക്കണത്. ഞാൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് പോയി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഷെയ്ഡേഴ്സ് പാക്ക് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഷെയ്ഡേഴ്സ് പാക്ക് ഇങ്ങനെ ഇടുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഷെയ്ഡേഴ്സ് പാക്ക് ഇത് ആണാക്കട്ടെ. അപ്പോൾ ഷെയ്ഡേഴ്സ് പാക്ക് എങ്ങനെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് അതിൻ്റെ ഷെയ്ഡർ പാക്ക് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് സിപ്പ് ഫയലായിട്ട് നമുക്ക് ഡൗൺലോഡ് വരിക. എന്നിട്ട് നമ്മൾ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഓപ്ഷൻസിൽ പോകണം. എന്നിട്ട് ഓപ്ഷൻസിൽ പോയിട്ട് ഞാനിവിടെ 1.20 ആയിട്ടോ കളിക്കണം. അതായത് ഞാൻ 1.20 ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരുന്നു ഓപ്റ്റിഫൈന്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓപ്ഷൻസിൽ പോയിട്ട് വീഡിയോ സെറ്റിങ്സിൽ പോകണം. എന്നിട്ട് ഷെയ്ഡേഴ്സിൽ പോയിട്ട് അവിടെ ഒരു ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡർ ഉണ്ടെങ്കിൽ ആ ഫോൾഡറിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ ഷെയ്ഡേഴ്സ് പാക്ക് ഇടാൻ പറ്റും. ഒരു ഫോൾഡർ അതിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണം ഇത്. എന്നിട്ട് നിങ്ങൾക്ക് തിരിച്ച് വന്ന് ഗെയിമിൽ വന്ന് നോക്കുമ്പോൾ ആ ഷെയ്ഡർ പാക്ക് അവിടെ ഉണ്ടാവും. എന്നിട്ട് അത് സെലക്ട് ചെയ്തിട്ട് ഡണ്ണ് കൊടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം. അപ്പം വരട്ടെ ഗെയിം. അപ്പോൾ അത് 1.20 ആണ്. മജാങ്ക സ്റ്റുഡിയോസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മൈൻക്രാഫ്റ്റ് ഒക്കെ ലോഡ് ആയിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻസിൽ പോവുകയാണെങ്കിൽ എന്താ ഇവിടെ വീഡിയോ സെറ്റിങ്സിൽ പോയിട്ട് ഷെയ്ഡേഴ്സിൽ പോയതോ ഞാൻ യൂസ് ചെയ്യുന്ന BSL ആണ്. അപ്പോൾ ഞാൻ ഇതാണ് പറഞ്ഞത് ഷെയ്ഡേഴ്സ് ഫോൾഡർ. ഇതിൽ പോയിട്ടാണ് നിങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഡൺ കൊടുത്താൽ മതി. എന്നിട്ട് വേൾഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഷെയ്ഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സിംഗിൾ പ്ലെയർ കൊടുക്കുന്നു. അപ്പോൾ ന്യൂ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് വേൾഡിൻ്റെ പേര് കൊടുക്കാം. അതിപ്പോൾ ഞാൻ AB വേൾഡ് എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഗെയിം മോഡ് സർവൈവൽ ഡിഫിക്കൽട്ടി ശരി നോർമൽ ഇരുന്നോട്ടെ. വേൾഡ്. അപ്പോൾ ഇവിടെ സീഡ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സീഡിൽ വേണേൽ നിങ്ങൾക്ക് കളിക്കാം കേട്ടോ. ഞാൻ ഈ സീഡ് എനിക്ക് കിട്ടിയത് ഈ സുധി എന്ന് പറഞ്ഞ ഒരു ചാനലിൽ നിന്നാണ്. അപ്പോൾ ഞാനിവിടെ സീഡ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ക്രിയേറ്റ് ന്യൂ വേൾഡ്. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വേൾഡ് ജനറേറ്റ് ആയിട്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്യുന്നതാണ്. ഇത് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ സ്പോൺ ആയിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾക്ക് നേരെ അതായത് ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്നറിയാം. അതായത് ഞാൻ ഫസ്റ്റ് തന്നെ മരം വെട്ടാൻ നോക്കും. അപ്പോൾ ഞാൻ ചെയ്യാണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ബെഡിനുള്ള ഇതുണ്ടാക്കണം. അതായത് ബെഡാണ് എനിക്ക് കിട്ടാത്ത സാധനം. അപ്പോൾ രാവിലെ നൈറ്റ് പോയിട്ട് എനിക്ക് ബെഡ് തയ്പ്പാൻ വയ്യ. അപ്പോൾ വന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് ആടുകളുണ്ട്. അപ്പോൾ ആടിനെയൊക്കെ നമുക്ക് വന്നിട്ട് 3 ഉണ്ടാക്കണം. ഇപ്പോൾ ഞാൻ ഷെയ്ഡേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കറിയാം ഇത് കുറച്ച് ലാഗായിരിക്കും. ആക്സിഡൻ്റ് ആയിരുന്നു. പെട്ടെന്ന് ഇപ്പോൾ തീർക്കാവുന്നതാണ്. പക്ഷേ ഇവരൊക്കെ ഡീസ്പോൺ ആവുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് സ്കിന്ന് കാണാൻ പറ്റുമോ? ഓടിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരെണ്ണത്തിനൊക്കെ ഒന്ന് ഒരു ഊള് കിട്ടി.
ഒരു ആടിനെ കൊല്ലാൻ ഭയങ്കര പാടാണ് ഗൈസ്. കാരണം ഇത് ഭയങ്കര സ്പീഡാണ് ഓട്ടം കണ്ടില്ല, നമ്മൾ പോലും ഇത്രയും സ്പീഡിൽ ഓടില്ല. ഓക്കെ, അടുത്തതിനും കൊന്നിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബെഡ് ഉണ്ടാക്കാനുള്ള ഒരു വൂള് കിട്ടി. ഒരു ഷീപ്പും കൂടി ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അപ്പം അതിനെയും കൂടെ നമ്മൾ ചെയ്യാൻ പോണത് വേണ്ട. വൈറ്റ് അല്ലേ? വൈറ്റാണ് ഗൈസ്. അപ്പം പിന്നെ കുഴപ്പമില്ല, വൈറ്റ് ബെഡ് ഉണ്ടാക്കാം. ഒരു വൂള് വയ്ക്കാൻ പെടുന്ന പാടേ. ഗൈസ് ചെറുതായിട്ടൊന്ന് ഇത് ലാഗ് അടിക്കുന്നുണ്ട്, ഈ ഷേഡേഴ്സ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഷേഡേഴ്സ് ചെറുതായിട്ടൊന്ന് ഓഫ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഓഫ് ചെയ്യാം. ഓക്കെ, ഷേഡേഴ്സ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് കളിക്കാൻ നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. ഗ്രാഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് വീഡിയോസിൽ ഭയങ്കര ലാഗായിരിക്കും. കാരണം അത്രയും വലിയ കമ്പ്യൂട്ടറൊന്നുമല്ല, ചെറിയ ലാപ്ടോപ്പാണ്. ഓക്കെ, 3 വൂളായിട്ടുണ്ട്. ഇനി നമുക്ക് മരം പിടിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ സുധീർ എന്ന് പറഞ്ഞ ചാനലിൽ ബ്രോയിൻ്റെ സീഡ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു മലേൻ്റെ ഉള്ളിലുള്ള അതാണ്. ആ സീഡ് തന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് സീഡ് തെറ്റിയൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് മരം പൊളിക്കാം. നമ്മൾ ഈ മാപ്പ് വാളൊന്നും ചെയ്യുന്നില്ല ഗൈസ്, നമ്മൾ ചുമ്മാ നമ്മൾ കളിക്കുന്നേ ഉള്ളൂ. കാരണം ഈ മാപ്പ് വാളൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ കുറച്ച് മരം പൊടിക്കാം. ഓക്കെ മതി. നമുക്ക് ഒരു ബെഡ് ഇപ്പം തന്നെ ഉണ്ടാക്കി വയ്ക്കാം. അപ്പം നമ്മളും സുധി ചെയ്തതുപോലെ തന്നെ നമ്മൾ ആ ബേസ് എന്നിട്ട് നമ്മുടെ ബേസ് ആ മരയ്ക്കകത്ത് തന്നെയാണ്. ഞാനത് നോക്കിയിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്, സീഡ് ക്രിയേറ്റ് ചെയ്തത്. ഞാൻ ഈ ഓട്ടോ ജമ്പ് ഓൺ ആക്കി, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കറക്റ്റായിട്ട് ജമ്പ് ആയിക്കോളും. നമ്മൾ തനിയെ സ്പേസ് വെക്കേണ്ട ആവശ്യമില്ല ഈ ബ്ലോക്ക് കളയാനായിട്ട്. ഈസി പോലെ ഈസിയാണ് നമുക്ക്. ഓക്കെ, ഇതുകൊണ്ട് നമ്മളെത്തി. അമ്മല്ലേൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണെന്ന് തോന്നുന്നു. ഇത് തന്നെ. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ആദ്യം ചെയ്തതല്ല, ഇതിലാണ് നമ്മൾ ബേസൊക്കെ ആക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻവെൻട്രിയിൽ ഇതാട്ടോ എൻ്റെ സ്കിന്ന് എങ്ങനെ കാണാൻ, സ്കിന്ന് കാണാൻ എന്ത് ഇത് പ്രസ് ചെയ്യണം, കീ പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞു തരും ഗൈസ്, എനിക്കറിയത്തില്ല. അപ്പോൾ അതൊന്ന് 4 ബ്ലാങ്ക്സ് ആക്കാം. എനിക്കധികമൊന്നും അറിയത്തില്ല ഗൈസ്, ഞാൻ ന്യൂബാണ് പറഞ്ഞേക്കാം, ഒരു ന്യൂബാണ്. ഇത്രയും 4 ബ്ലാങ്ക് ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് തന്നെ ബെഡ് ഉണ്ടാക്കും. ഓക്കെ, ഒരു വൈറ്റ് ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ചുമ്മാ ഇവിടെ നിന്ന് വെച്ചിട്ട് ഇവിടെ വയ്ക്കാം. എന്നിട്ടൊന്ന് റീസ്പോൺ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് പിക്കാക്സ് ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പം ഇത് ഫുള്ള് പ്ലാങ്ക്സ് ആക്കാം. എന്നിട്ട് കുറച്ച് സ്റ്റിക്സ് ഉണ്ടാക്കാം. ഓക്കെ,
എന്നിട്ട് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. ഫസ്റ്റ് മെയിനാണ് പിക്കാക്സ്. പിന്നൊരു ആക്സും ഉണ്ടാക്കിയേക്കാം. ഓക്കെ, ആക്സും ഉണ്ടാക്കിയേക്കാം, മതി. ഇനി നമുക്ക് കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യാം. ഞാൻ ഈ പഠിക്കുന്നത് വന്നിട്ട് ഈ ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഗെയിം തെറാപ്പിസ്റ്റിൻ്റെയും പിന്നെ സുധീൻ്റെയും ഒക്കെ വീഡിയോ കണ്ടിട്ടാണ്. അതുകൊണ്ട് ഗബേസ് വന്നില്ല. അപ്പോഴത്തേക്ക് അയണൊക്കെ സ്റ്റോണായിട്ട് ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കണം പെട്ടെന്ന്. എന്നിട്ട് നമുക്ക് ഈ അയണൊന്ന് മെയിൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ 1.20 ആണ് കേട്ടോ പറഞ്ഞു. ഇത് 1.20 ആണ്. അത് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകണം. ഓക്കെ 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 ഒരു അഡ്വാൻസ്മെൻറ്റ് കിട്ടി ഗെറ്റിംഗ് ആൻഡ് അപ്ഗ്രേഡ് എന്നുള്ളത് തന്നെ. നമുക്കിത് മൈൻ ചെയ്യാം. ഓ, അയണുണ്ടല്ലോ. ഓക്കെ, 2 അയൺ കിട്ടി. അപ്പം ഇവിടെ ഒന്ന് കോബിൾ സ്റ്റോൺ വെച്ച് മൂടി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ഫർണസ് ഉണ്ടാക്കിയിട്ട് ഒരു ഫർണസ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ഇതിവിടെ വെച്ചിട്ട് ഈ ഫർണസ് ഇവിടെ എടുക്കാം. ഇനി ഇവിടെ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യല്ല, ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മരം വയ്ക്കപ്പം അത് മെൽറ്റ് ആവണം. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ സ്റ്റോൺ മൈൻ ചെയ്തിട്ട് ബാലൻസ് ഉള്ള സ്റ്റോൺ ടൂൾസിലേക്കാവാം മാറ്റാം, അപ്ഗ്രേഡ് ചെയ്യാം. ഈ കേവ് തന്നെ നമ്മൾ ലൈറ്റ് ചെയ്യാൻ പോണേ. അപ്പം നമുക്ക് കുറച്ച് ഈ കോളൊക്കെ ഒന്ന് മൈൻ ചെയ്തെടുക്കണം. എന്നാലും ഈ ടോർച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇവിടെ കോബിൾ സ്റ്റോൺ വെച്ച് ഇത് ചെയ്യാം. നല്ല എനിക്ക് ആദ്യം ഈ സീഡൊന്നും മനസ്സിലായില്ല. ഞാനും കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം സീഡിങ്ങനെ ഇവിടെ കുറേ കോളുണ്ട്. ഓക്കെ, മതി. ഇത് കോൾ മൈൻ ചെയ്ത് ധാരാളം. ഇത്ര 12 കോളായി. കോളിനൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ബേസ് ഫ്ലോയിഡും സുറ്റി കാണാം. എനിക്ക് ഓർമ്മയുണ്ട്, കുറേ ദിവസമായി ഞാൻ കണ്ടിട്ട്. ഇത് കുറേ ഫാംസൊക്കെ ചെയ്തതുപോലൊക്കെ തന്നെ ചെയ്യാം. നമുക്ക് ഏകദേശം സുധിയാനം ചെയ്തതുപോലെ തന്നെ ചെയ്യാം. അപ്പം ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്സ് ഉണ്ടാക്കിയിട്ട് നൈറ്റായാൽ ഇത്ര നൈറ്റായോ ഓക്കെ. അങ്ങനെ ആദ്യത്തെ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഡേ 1. ഇനി നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം. കോളൊന്നും നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ കോൾ എടുത്തിട്ട് ക്രാഫ്റ്റിംഗ് അല്ല ആയോ 2 അയൺ ആയിട്ടുണ്ട്. ഈ കോളെടുത്ത് നമുക്ക് അവിടെ വയ്ക്കാം.
ഓക്കെ, ഇനി സ്മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളപ്പോൾ നമ്മൾ സ്മെൽറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ അയണും കൊണ്ട് 2 അയണും കൊണ്ട് എന്തുണ്ടാക്കാം, ഷിയർ ഉണ്ടാക്കാം, അല്ലാണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഇപ്പം നമുക്ക് ആ ഷിയറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ടോർച്ച് എന്ന് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മൈനിങ് ചെയ്തിട്ട് വരാം. കുറച്ച് അയണിൻ്റെ ആവശ്യമുണ്ട്, അയണിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ കേവ് ഉണ്ട്, ഹൈ എമറാൾഡ്. ഇതിന് വല്ല ടോർച്ച് വെച്ചില്ല, ഇതാണ് കുഴപ്പം. പെട്ടെന്നൊരു ഓക്കെ ബ്രെഡ്. മിസ്റ്റർ ഹൺഡ്രഡോ വെറുതെ എനിക്കൊരു അഡ്വാൻസ്മെൻറ്റും കിട്ടി. ഓക്കെ ശരി, ഈ ക്രാഫ്റ്റിംഗ് ആണ് എനിക്ക് വേണ്ടത്. പെട്ടെന്നൊരു സോഡ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. എന്നാൽ സ്റ്റിക്ക് ഉണ്ടാക്കാം. ഇവിടെ ഇരുന്നോട്ടെ. എന്താണ് ഇവിടെ ഒരു സ്റ്റോൺ സോഡുമായിട്ടുണ്ട്. ഇവിടെ ഉള്ളതാണ്. ഓക്കെ, ഇനി കുറച്ച് സേഫാണ്. നമുക്കൊരു കാര്യം ചെയ്ത് ഇതെടുത്തിട്ട് ഈ ടോർച്ച് ഓഫ് ഹാൻഡിൽ പിടിക്കാം. കുറച്ച് ബിൽഡിങ് ഓക്കെ ധാരാളം. ക്രീപ്പർ അതിൻ്റെ ഇടയ്ക്ക് പൊട്ടിത്തെറിച്ച ഷടാ. ഇതാണെങ്കിൽ ഭയങ്കര കഴിച്ചിട്ടാണല്ലേ. എന്തിയുടെ ഇവിടെ ടോർച്ച് ചെയ്യണം. ഡേഞ്ചറസാണ്, ഷീൽഡ് വേണ്ടി വരും. ക്രീപ്പർ ഡേഞ്ചർ. പെട്ടെന്നൊരു ഷീൽഡ് ഉണ്ടാക്കി പോയിട്ട് കണ്ടു കാണത്തില്ല. ഓക്കെ, അതിനൊരു അയണും ഉണ്ട് ബാഹ്യം. എന്താണല്ലോ ഒരു ഷീൽഡ് ഉണ്ടാക്കാം. ഇതെടുത്ത് ഇവിടെ പിടിക്കാം. ഇനി ക്രീപ്പർ ഉണ്ടെങ്കിലും എന്ത് സാധനം ഉണ്ടെങ്കിലും പേടിക്കണ്ട. അയ്യോ ഇതിങ്ങോട്ട് പോണേ. ക്രീപ്പറൊക്കെ ബാഡ് എന്ന് പറയാം. എവിടെയുണ്ട് ക്രീപ്പർ? ഉണ്ടായിരുന്നല്ലോ. ഇനി ഒരു ക്രീപ്പർ എൻ്റെ അടുത്തേക്ക് വരത്തില്ല.
സ്പോൺ ആവില്ലായിരിക്കാം. എല്ലായിടത്തും സ്പോൺസ്. അപ്പം ഇനി ഒരിടത്തും സ്പോൺ ആവത്തില്ല, ഒന്നും സ്പോൺ ആവത്തില്ല. ഒരു എമറാൾഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഓ ഷിറ്റ്, NPK ആണായിരുന്നു തോന്നുന്നു. എമറാൾഡ് ഇതൊരു കണ്ടിട്ടില്ല ഗൈസ്, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇവിടെ ഒരു ക്രീപ്പർ പിടിച്ചിട്ടുണ്ടാണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമ്മളെ ഇത്. നമുക്ക് മൈൻ ചെയ്യണം, മൈനിങ്ങിന് പോകണം. അപ്പോൾ കുറച്ചൊക്കെ ഈ വുഡൊക്കെ നമ്മുടെ ഉണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ഇതാണ്. ഇതെന്താണ് ഈ ചെസ്റ്റ് ഇങ്ങനെയെന്ന് എന്നോട് ചോദിക്കുന്നത്? എന്താണെന്നല്ല, എന്താണ് മൈൻക്രാഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഷേഡേഴ്സ് ഇട്ടിട്ട് പോലും ഇങ്ങനെ കാണിക്കണം. അപ്പം എന്തുകൊണ്ട് ഏതിലിനി ആവശ്യമില്ലാത്തതെല്ലാം ഇങ്ങനെ വെച്ചേക്കാം. ഇതൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ഇത് കയ്യിലും കൊണ്ട് ഒന്നുമില്ല, അത് വേറെ കാര്യം. നമ്മളെല്ലാം ടോർച്ച് 24 ഉണ്ടായിരുന്നതായിരുന്നു, എല്ലാം ലൈറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, കളഞ്ഞില്ല, നമ്മളിതാ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബെഡ് കയ്യിലെടുത്തേക്കാം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം, എങ്ങോട്ടിലേക്ക് പോവാം. 3 ഉണ്ട്. അപ്പോൾ ആക്സും കൂടെ ഉണ്ടാക്കി. എന്തിനാണ് വെറുതെ? ഞാൻ കളിക്കുന്ന ടൈമിൽ റെക്കോർഡ് ചെയ്യുന്ന കാര്യം മറന്നുപോയി. അതാണ് കോമഡി. ഓ ചെയ്തില്ല. ഇതിപ്പോൾ എന്താണിത്? നമ്മൾ ഈ വുഡൻ ആക്സ് യൂസ് ചെയ്തിട്ടില്ല, അത് പൊട്ടാറ് ഒട്ടും നമ്മൾ യൂസ് ചെയ്തിട്ട്. അതിപ്പോൾ ഇരുന്നോട്ടെ, കയ്യിലെടുക്കണ്ട, ചെസ്റ്റിലിരുന്നോട്ടെ. ഓ ഇനി നമുക്ക് പോയിട്ട് എക്സ്പ്ലോറിങ് ചെയ്യാം. അപ്പോൾ ഇതൊരു പ്ലെയിൻസ് ആണ്. നമ്മുടെ ഈ സുധിയിലൊക്കെ കുറേ സുധി എന്ന് പറഞ്ഞ ചാനൽ ചെയ്തിട്ടുള്ള കുറേ ഇതൊക്കെ നമ്മൾ ഇതിലും ചെയ്യും. ആക്സിഡൻ്റ് ഒരു പിന്നെന്തിനാണ് കുറച്ച് മരം പൊട്ടിക്കേണ്ടി വരും. നമ്മൾ മരം പൊട്ടിക്കും. അവിടെ എത്തില്ല. ഇതാണ് നമ്മളുടെ ഓവർ വ്യൂ. നൈറ്റ് ആറായി. നമുക്ക് ചെറുതായിട്ടൊന്ന് മൈനിങ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പം നമുക്ക് മൈനിങ് എവിടെ നിന്നാക്കണം എന്ന് പറയുക. നമ്മൾ ഇന്ന് ജസ്റ്റ് വേൾഡ് ക്രിയേഷൻ മാത്രമാണ് ഗൈസ്. അപ്പോൾ അല്ലാണ്ട് വേറൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇനി ബാലൻസ് ഒക്കെ ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ കുറേ ഫുള്ള് ലൈറ്റ് ചെയ്തതാണ്. ഇത് ഞാൻ ഇതുവരെ എടുത്തോളൂ. ഇതെന്ത് സംഭവം എന്നറിയില്ല. ചുമ്മാ ലൈറ്റ് ഉണ്ടായിരുന്നില്ല ഇവിടെ, അതും പോയി. ശരി, ലൈറ്റ് നൈറ്റ് ആയാലും. അപ്പം നമുക്ക് ഈ ബെഡ് ഇവിടെ ഇടാം, കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വേൾഡ് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ബാലൻസ് കളിക്കാം. അപ്പം ബൈ.